കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കടവൻകാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് 9-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മഴക്കാലമായതോടെ വലിയ യാത്രാ ദുരിതമാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് കടവൻകാട് റോഡിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് വർഷങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റ് അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ദിനംപ്രതി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ തുടങ്ങിയതോടെ ചെളി നിറഞ്ഞ് പാടം കണക്കെയാണ് ഇപ്പോൾ റോഡിന്റെ അവസ്ഥ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഭരണസമിതി ₹1 പോലും നീക്കിവെച്ചിട്ടില്ല എന്ന് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജംഷീദ് കടവങ്കാട്ടിൽ ആരോപിച്ചു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 9-ാം വാർഡ് ഈ കടവങ്കാട് റോഡ് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പഴയ റോഡാണ്. അത് ശോചനീയാവസ്ഥയായിട്ട് ഒരുപാട് പരാതിപ്പെട്ടെങ്കിലും മെമ്പറിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ നിന്നോ ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടായിട്ടില്ല. അതിന് പ്രതിഷേധിച്ചാണ് ഈ പരിസരവാസികൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 10-20-30 വർഷമായിട്ട് ഉള്ള റോഡാണ്. ഒരു വീതി കാര്യങ്ങളോ ഒന്നും ഒരു തടസ്സമില്ലാത്തൊരു റോഡാണ്. പക്ഷേ ഇതുവരെ അതിലേക്ക് ഒരു ഫണ്ടോ ഒന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ കുറേ അപ്പുറത്ത് ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. അത് താഴത്തേക്ക് പോകാനാണെങ്കിൽ അവിടെ ഒരു പാലുമില്ല. അതായത് അത് കനാൽ റോഡാണ്. അതിലേക്ക് ഒരു മുട്ടിക്കാനുള്ളൊരു പാലം ഇതുവരെ വെച്ചിട്ടില്ല. ഇതിങ്ങനെ പോയിട്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴിയാണ്. തൃപ്പലമണ്ട ഭാഗത്തു നിന്നൊക്കെ ഈ ഇവിടെ ഉമ്മനഴി സ്കൂളിലേക്ക് വരുന്ന ഒരു റോഡാണ്. അത് പ്രധാന റോഡാണ്. അതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായിട്ടും ഇതിലേക്ക് ഒരു ഫണ്ട് ഒരു വെച്ചിട്ടില്ല. പുലാപ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഉമ്മനഴിയിലേക്ക് പോകുന്ന മദ്രസ വിദ്യാർത്ഥികളും ഇരുചക്ര വാഹന യാത്രക്കാരും റോഡിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണെന്നും പ്രായമായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും KMCC ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം പറഞ്ഞു. താമസക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വയസ്സായ ഒരുപാട് ആളുകൾ എല്ലാം താമസിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. മദ്രസ കുട്ടികൾ എല്ലാ കുട്ടികളും രാവിലെ ഇവിടെ വീഴുന്ന അവസ്ഥകൾ പോലെ ഉണ്ടായിട്ട് സ്കൂൾ കുട്ടികൾ മദ്രസ കുട്ടികൾ ഇത്രയും ദുരിതമായിട്ടുള്ളൊരു സ്ഥലം ഈ പഞ്ചായത്തിൽ ഈ 9-ാം വാർഡിൽ ഈ കടവങ്കാട് ഉമ്മനഴി ജംഗ്ഷൻ എന്നുള്ള റോഡ് മാത്രമേ ഉള്ളൂ. ഹൈസ്കൂളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഹൈസ്കൂളിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ടൗൺ ഭാഗത്ത് ഇത്രയും മോശമായിട്ടുള്ള ഒരു റോഡ് ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടും ദുരിതാവസ്ഥയാണ്. ഒരുപാട് പ്രാവശ്യം വാർഡ് മെമ്പറിനോട് സമീപിച്ചിട്ടും ഇങ്ങനെ ഒരു റോഡ് ഇതിനുള്ള പരിഹാരം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വളരെ ദുരിതാവസ്ഥയിൽ ഉള്ള റോഡാണ്. കാരണം വെള്ളം പോയിക്കൊണ്ടും ചാല് ഒഴുക്കലും വഴുക്കലും എല്ലാം ആയിട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ച ആൾക്കാരുണ്ട് ഈ വഴിക്കിലൂടെ. വാർഡ് മെമ്പർ ഈ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കണ പോലുമില്ല. അത്രയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തങ്ങുമായിരിക്കും ഈ പരിസരവാസികൾക്ക് ഏറ്റവും നല്ലത്. അത്രയും മോശപ്പെട്ടൊരു ഭാഗമായിട്ട് ഈ ഉമ്മനഴി പ്രദേശത്തിൽ ഈ കടവങ്കാട് റോഡ് മാറിയിരിക്കണം. പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വി മുത്തലി, വി മുസ്തഫ, സാജൻ കൊച്ചേരി, രവീന്ദ്രൻ, ഗിരിജയെ, ജ്യോതിപ്രകാശ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.